എംഗ്ലക് സാറിന്റെ ഡൊമൈൻസിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ഡൊമൈൻസ് എന്ന് പറയുന്നത്? ഡൊമൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാറ്റഗറി എന്നൊക്കെ പറയും. സാധാരണയായിട്ട് ഒരു എംഗ്ലക് സാറിന് പഠിക്കേണ്ടത് ഡൊമൈൻ ബേസ് ആണ്, അല്ലെ? ഞാൻ എന്തൊക്കെയാണ് എംഗ്ലക് സാറിന്റെ ഡൊമൈൻ എന്നുള്ള കാര്യം പറയാം. നമ്മൾ സിസ്റ്റം ബേസ് അങ്ങനെ പഠിക്കാറില്ല. എംഗ്ലക് സാറിന് പഠിക്കുമ്പോഴത്തേക്ക് സിസ്റ്റം ബേസ് അങ്ങനെ പഠിക്കാറില്ല. നമ്മൾ ഡൊമൈൻ ബേസ് ആണ് പഠിക്കുന്നത്. ഏതൊക്കെ ഡൊമൈൻസ് ആണ് പ്രധാനമായിട്ടും നമ്മളുടെ എംഗ്ലക് സാറിനകത്ത് ഉള്ളത്, അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൊമൈൻ ആണ്, അതിന്റെ പേരാണ് മാനേജ്മെന്റ് ഓഫ് കെയർ എന്ന് പറയും. സാധാരണ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മളുടെ ഇൻഫോംഡ് കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുന്ന കാര്യങ്ങൾ, ലീഗൽ ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ പറയുന്ന നമ്മുടെ ഇൻഫോംഡ് കൺസെന്റ്, അഡ്വാൻസ് ഡയറക്റ്റീവ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇതെല്ലാം നമ്മളുടെ ഫസ്റ്റ് ഡൊമൈൻ ആയിട്ടുള്ള നമ്മുടെ മാനേജ്മെന്റ് ഓഫ് കെയർ എന്ന് പറയുന്ന ഒരു ഡൊമൈനകത്താണ് ഇത് കണ്ടുവരുന്നത്. അപ്പൊ കൃത്യമായിട്ടും ഈ ഡൊമൈൻസിനകത്ത് ഈ ഡൊമൈൻസിന്റെ ഇത്രയും ടോപ്പിക്സുകൾ, ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ ടോപ്പിക്സും പറഞ്ഞിട്ടില്ല, ഏകദേശം ഇരുന്ന ഈ മാനേജ്മെന്റ് ഓഫ് കെയറിന് നിങ്ങളുടെ ഇംഗ്ലീഷ് സാറിന് ബുക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡൊമൈൻ വൈസ് അതിന്റെ ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന കാര്യം കിട്ടും, അതിന് നോട്ട്സ് ഒക്കെ കിട്ടും. അത് കൃത്യമായിട്ടിരുന്ന് പഠിക്കാം, അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഉറപ്പായിട്ടും ഏകദേശം ഒരു എബോ 90% കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനകത്തുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ മാനേജ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതാണ് മാനേജ്മെന്റ് ഓഫ് കെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് എന്നൊക്കെ പറയുന്നതിന്റെ നോട്ട്സ് ആണ് അതിനകത്ത്. ആ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വരുന്നത്. ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് ടൈപ്പ് ഓഫ് പ്രിക്കോഷൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഹോം സേഫ്റ്റി, അങ്ങനെ കുറേയധികം ടോപ്പിക്സുകൾ നമ്മളുടെ സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ഡൊമൈനകത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ് മൂന്നാമത്തത്. പ്രധാനമായിട്ടും നമ്മുടെ OB-GYN-ക്കാണ് അതിനകത്ത് ചോദിക്കുന്നത്. ആന്റിനേറ്റൽ, അതുപോലെ തന്നെ പോസ്റ്റ് നേറ്റൽ കെയർ ആണ് പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഓഫ് ചൈൽഡിന്റെ, അതുപോലെ തന്നെ ന്യൂ ബോൺ കെയർ, ഇതൊക്കെ അതിനകത്ത് വരുന്ന ഒരു കാര്യം തന്നെയാണ്. നാലാമതായിട്ട് സൈക്കോ സോഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ്. അതായത് സ്കീസോഫ്രീനിയ, അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസിന്റെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കമ്മ്യൂണിക്കേഷൻ, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അറിയാലോ. ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെയൊക്കെ ഒരു പ്രാക്ടീസ് ഉറപ്പായിട്ടും ചെയ്തിട്ടേ പോകാവൂ. ഓക്കെ, സബ്സ്റ്റൻസ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മളുടെ ഈ പറയുന്ന സൈക്കോ സോഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ആറാമത്തെ ഡൊമൈനാണ്. നമ്മളുടെ സ്വന്തം ഫാർമക്കോളജിക്കൽ ആൻഡ് പാരന്റൽ തെറാപ്പി എന്ന് പറയും. എല്ലാവരും ഭയങ്കര ടെൻഷനോടൊക്കെ ഈ പറയുന്ന ഇതിന്റെ മെഡിക്കേഷൻസ് ഒക്കെ പഠിക്കുന്നതായിട്ട് കാണും. പക്ഷേ ഈസിയാണ്, പ്രത്യേകിച്ച് വലിയൊരു ടെൻഷൻ എടുക്കുന്ന ആവശ്യമില്ല. നിങ്ങൾ ഒന്നുകിൽ അതിനകത്ത് കുറേയധികം മെഡിക്കേഷൻസിന്റെ കാര്യം പറയുന്നുണ്ട്, എല്ലാം പറയുന്നില്ല. ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ടത് എപ്പോഴും ആന്റി ഹൈപ്പർടെൻസീവ് ആണ്. ഒരു ക്വസ്റ്റിനകത്ത് കുറേ പ്രാവശ്യം, അതായത് ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമ്മുടെ ആന്റി ഹൈപ്പർടെൻസീവ് ചോദിക്കാറുണ്ട്. ഇല്ല, ആന്റി ഹൈപ്പർടെൻസീവ് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ആന്റി ഡിപ്രസന്റ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആന്റി സൈക്കോട്ടിക്സിന്റെ കാര്യങ്ങളും അതിന്റെ സൈഡ് എഫക്റ്റും ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ ആന്റി ഹൈപ്പർടെൻസിന്റെ നോട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കുറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ, ഒരു മെഡിക്കേഷന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയാണ് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ഒക്കെ എല്ലാവർക്കും അറിയാം. അതനുസരിച്ച് ഒന്ന് പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും അതിനകത്ത് വരുന്നില്ല. ഏഴാമത്തെ ഡൊമൈനാണ് റിഡക്ഷൻ ഓഫ് റിസ്ക് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മളുടെ ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസിനെ കുറിച്ചും വൈറ്റൽ സയൻസിന്റെ ചേഞ്ചസിനെ പറ്റിയും ആണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രീ ഓപ്പറേറ്റീവ്, ഇൻട്രോ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അത് ഏറ്റവും അവസാനത്തെ ഡൊമൈനാണ് ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയും. കുറേയധികം മെഡ്സർജ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളുടെ വെന്റിലേറ്റർ കെയർ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഫെയിലുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ, ഷോക്കുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ, പിന്നെ അങ്ങനെ കുറേയധികം ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇങ്ങനെ ഏകദേശം ഒരു 8
ഡൊമൈൻസ് ആണ് നമുക്ക് വരുന്നത്. ഞാൻ എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു എക്ലക്സാർ ഡൊമൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇതിന്റെ ഒരു ലിസ്റ്റ് കിട്ടും. അതനുസരിച്ച് പഠിച്ചു തുടങ്ങാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഇതിന്റെ ഓരോ ഡൊമൈൻസും എങ്ങനെയാണ് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എക്ലക്സാർ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഡൊമൈൻസ് ഒന്ന് കൃത്യമായിട്ട് നോക്കിയതിനു ശേഷം മാത്രമേ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവസാനം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരാനും അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് വരും. ഉറപ്പായിട്ടും എല്ലാവരും ഡൊമൈൻ ബേസ് നോക്കുക. നല്ലൊരു വിജയം ആശംസിക്കുന്നു.